നമസ്കാരം. ഇപ്പോൾ ഏതാണ്ട് രണ്ടാഴ്ചത്തോളം പിന്നിട്ടിരിക്കുന്നു. കഴിഞ്ഞ മാസം 26-ാം തീയതി കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ 11 പേരിൽ ഒരാൾ കേരള സ്വദേശിയായ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ തുടങ്ങിയിട്ട് രണ്ടാഴ്ചത്തോളം പിന്നിട്ടിരിക്കുകയാണ്. ഒരു കുടുംബം മാത്രമല്ല, മലയാളികൾ മുഴുവൻ തന്നെ അർജുൻ്റെ തിരിച്ചുവരവിനായി ഇന്നും കാത്തിരിക്കുകയാണ്. അർജുൻ എന്ന് തിരിച്ചു വരും എന്ന ചോദ്യത്തിൽ തന്നെയാണ് മലയാളികൾ എന്നുമുള്ളത്. അങ്ങനെയുള്ള സമയത്താണ് ചെറിയൊരു ആശ്വാസ വാർത്ത കൂടി പുറത്തു വരുന്നത്. മലയാളികൾ എല്ലാവരും തന്നെ അർജുൻ്റെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ അർജുൻ്റെ കുടുംബത്തിന് ചെറിയൊരു ആശ്വാസം വരുന്നു. സന്തോഷിക്കാനായിട്ടില്ല, എന്നിരുന്നാൽ കൂടി ആശ്വസിക്കാം. അർജുനെ കാണാതായിട്ട് ഇന്ന് ഈ രണ്ടാഴ്ച പിന്നിട്ടിട്ടും അർജുനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അർജുൻ എവിടെയാണെന്നോ അർജുൻ എന്ത് പറ്റി എന്ന ചോദ്യത്തിൽ തന്നെയാണ് ഇന്നും മലയാളികൾ ഒരേപോലെ ചോദിക്കുന്നത്. കർണാടക മുഖ്യമന്ത്രി എല്ലാം തന്നെ ഇതിനെക്കുറിച്ച് വലിയ രീതിയിൽ തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. എന്തുകൊണ്ട് എന്ന ചോദ്യവുമായി എല്ലാവരും രംഗത്ത് വരുമ്പോൾ അവിടെ നിന്ന് വന്ന മറുപടി കാലാവസ്ഥ കൊണ്ട് എന്നത് തന്നെയാണ്. അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന വാർത്തയായിരുന്നു പുറത്തു വന്നത്. എന്നാൽ കർണാടക കോടതി ഉത്തരവ് പ്രകാരം അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ പുനരാരംഭിക്കാനുള്ള പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു. അർജുൻ ഇനിയും എന്ന് തിരിച്ചു വരും എന്ന ചോദ്യത്തിൽ മലയാളികൾ അവശേഷിക്കുകയാണ്. അങ്ങനെയിരിക്കുന്ന സമയത്താണ് അർജുൻ്റെ കുടുംബത്തിന് വെച്ച് വേണ്ടി ഒരു ചെറിയൊരു ആശ്വാസ വാർത്ത പുറത്തു വരുന്നത്. അർജുൻ മാത്രമായിരുന്നു അർജുൻ്റെ വലിയൊരു കുടുംബത്തിൽ തന്നെ ഒരു സമ്പാദ്യമാർഗം. അർജുൻ ഇല്ലാതായപ്പോൾ, അർജുനെ കാണാതായ ശേഷം അർജുൻ്റെ കുടുംബത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കാതെയാകുന്നു. അങ്ങനെ വരുന്ന സമയത്താണ് അർജുൻ്റെ ഭാര്യയ്ക്ക് ഒരു ജോലി നൽകിക്കൊണ്ട് കോർപ്പറേറ്റീവ് ബാങ്ക്, സഹകരണ ബാങ്ക് രംഗത്ത് വരുന്നത്. അർജുൻ്റെ ഭാര്യയ്ക്ക് ജോലി നൽകുമെന്നും അർജുൻ തിരിച്ചു വന്നാലും ഇനി അഥവാ വരാൻ സാധിച്ചില്ല എന്നിരുന്നാൽ കൂടി ജോലി ഉറപ്പ് തന്നെയാണ് എന്ന് വാക്ക് നൽകിയിരിക്കുകയാണ് കോർപ്പറേറ്റീവ് സഹകരണ ബാങ്ക്. വീട്ടിൽ പോയാണ് വിവരം അറിയിച്ചത്. അർജുൻ്റെ കുടുംബത്തിന് സന്തോഷിക്കാൻ വകയില്ലെങ്കിലും ചെറിയൊരു ആശ്വാസം തന്നെയാണ് ഈ ഒരു ജോലി എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. കഴിഞ്ഞ ദിവസം അർജുനെ കാണാതായ ഷിരൂരിലെ മണ്ണിടിച്ചിൽ നടന്ന സ്ഥലത്ത് നിന്ന് ഒരു 6 കിലോമീറ്റർ അപ്പുറത്ത് കടലിൽ വെച്ച് ഒരു ബോഡി കിട്ടിയിരുന്നു. അത് വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷമാണ് ആരാണ് എന്ന വാർത്ത പുറത്തുവിടുകയുള്ളൂ. എന്നാൽ അർജുൻ ആവാനുള്ള നേരിയ സാധ്യത മാത്രമാണ്. കാരണം കഴിഞ്ഞ ദിവസം 3 ദിവസം മുൻപെങ്ങാണ്ട് അവിടെ നിന്ന് ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാതായിട്ടുണ്ടായിരുന്നു. അവരുടെയാണ് മൃതദേഹം എന്ന തരത്തിലാണ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. സ്ഥിരീകരിച്ചിട്ടില്ല എന്നിരുന്നാൽ കൂടി അത് അർജുൻ്റെ ആവരുത് എന്ന പ്രാർത്ഥനയിലാണ് മലയാളികൾ എല്ലാവരും തന്നെ. അർജുൻ്റെ തിരിച്ചുവരവിന് വേണ്ടി ഒരു കുടുംബം മാത്രമല്ല, മലയാളികൾ മുഴുവൻ കാത്തിരിക്കുകയാണ്. അർജുൻ എവിടെയാണെന്നും അർജുനെ എത്രയും പെട്ടെന്ന് ദൈവം രക്ഷിച്ച് തിരിച്ചു കൊണ്ടുവരട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്.